മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP. സുരേഷ് ഗോപി കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ കച്ചവടക്കാർക്ക് കരകയറാനാകും. തൂമാനം ചേപ്പലക്കോട് ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് വനഭൂമി വിട്ടു നൽകാൻ തലപ്പള്ളി തഹസിൽദാർ. ഗുരുവായൂരിൽ ഞായറാഴ്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. വാർത്തകൾ വിശദമായി. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. 002024 നോക്കൂ, നമ്പർ കറക്റ്റ് ആണോ? 8800002024 കറക്റ്റ് ആണോ? ഞെക്കിക്കോ പച്ച. കോള് പോയാ? മിസ് കോള് പോയാ? മെസ്സേജ് വന്നോ? ഇനി ആ മെസ്സേജ് ലിങ്കിൽ കയറി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി കൊടുത്താൽ മാത്രമേ സേവ് ഓപ്ഷൻ വരൂ. ആ സേവ് ഓപ്ഷൻ കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് ത്രൂ ആക്കി കൃത്യമായി എല്ലാം പിൻകോഡ് അടക്കം കൊടുക്കണം. ഇമെയിൽ ID കേട്ടോ. അതിലൊക്കെ തെറ്റ് വന്നാൽ നമുക്കത് എത്തില്ല. പിന്നീട് പ്രവർത്തകർ എത്തിച്ചു തരും. പക്ഷെ എനിക്കിപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പാകത്തിൽ സേവ് ഓപ്ഷൻ എടുത്തു വരാം. ഓക്കെ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജോസഫ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് S രാജു, BJP പ്രവർത്തകരായ അനിൽ കുമാർ, V നന്ദകുമാർ, ബിജീഷ് ഭാസ്കർ എന്നിവർ പങ്കെടുത്തു. 20ഓളം പേർ BJPയിൽ അംഗത്വം സ്വീകരിച്ചു. ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ തുടക്കമായിരുന്നു അത്. പൂരം കലങ്ങിയതോടെ മുഴുവൻ വികാരവും BJPക്ക് അനുകൂലമാക്കി. അതിന്റെ ഭാഗമായാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. RSS നേതാവിനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയെയോ DGPയെയോ അറിയിക്കേണ്ടതാണ്. സ്വകാര്യ സന്ദർശനമാണെന്നാണ് അജിത് കുമാർ പറയുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയിൽ RSS നേതാവുമായി മുഖ്യമന്ത്രിയുടെ സന്ദേശം പങ്കുവയ്ക്കുകയാണ് ADGP ചെയ്തതെന്നും മുരളീധരൻ പറഞ്ഞു. BJP MP കേരളത്തിലുണ്ടായതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. VD സതീശന്റെ ആരോപണം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മുഴുവൻ കാവൽക്കാരനാകേണ്ട ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തിന്റെ മുഴുവൻ കാവൽക്കാരാകേണ്ട ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുഖ്യമന്ത്രിയുടെ കാവൽക്കാരനായിട്ട് മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ ഒട്ടാകെ കാവൽക്കാരനായിട്ട് സത്യസന്ധതയോടുകൂടി സുതാര്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ADGP, ആ ADGP കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം കൊടുത്തുവെന്നും മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നുവെന്നും കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മികവ് നമ്മൾ കാണിക്കേണ്ടത്. അത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും നല്ല ഒരു പ്രധാനമന്ത്രി, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും നല്ല ഒരു ഭരണകൂടം, നമുക്ക് ജനങ്ങളോട് പറയാൻ 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ. എന്നാൽ ഇന്ന് ഭരണകൂടത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുറ്റും നിൽക്കുന്ന കാവൽക്കാരെന്ന് പറയുന്നത് അവരുടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള ഒരു MLA. ആ MLA അൻവർ പറയുന്നത്
എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിരുന്നത്. ലഹരി മാഫിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അൻവറിനറിയാം. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആ ലഹരി മാഫിയയെ പിടികൂടാനുള്ള നേതൃത്വം കൊടുക്കാനുള്ള ചമ്പൂറ്റം അൻവറിനില്ലാത്തത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായിട്ടുള്ള കാര്യകർത്താക്കന്മാർ ചിന്തിക്കണം. എന്താ കാരണം? കേരളം എന്ന് പറയുന്നത് ഇന്ന് പണ്ട് കാശ്മീരായിരുന്നു. ഭീകരവാദ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ മുഖമുള്ള സംസ്ഥാനം. ആ സംസ്ഥാനം എന്നാണ് 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീർ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത്. അന്ന് മുതൽ കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അതിന് അവസാനം കുറിക്കാൻ, ആ അവസാനത്തിലേക്കുള്ള പദചലനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചുവോ? മറ്റൊരു കേന്ദ്രമായിട്ട് കേരളത്തെ ഭീകരവാദികൾ കാണുകയാണ്. ജില്ലയിൽ നിരവധി പേർ BJPയിൽ അംഗത്വമെടുത്തതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചെറുതുരുത്തിയിൽ മുൻ കലാമണ്ഡലം പ്രിൻസിപ്പളും കഥകളി ആചാര്യനുമായ കലാമണ്ഡലം രാജശേഖരൻ, ചാക്യാർകൂത്ത് കലാകാരനായ കലാമണ്ഡലം ഈശ്വരനുണ്ണി, കഥകളി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം പ്രസന്ന, കലാമണ്ഡലം ഗോപിക്കുട്ടൻ എന്നിവർ BJP അംഗത്വം സ്വീകരിച്ചു. RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കൂടിക്കാഴ്ച അജിത് കുമാർ സമ്മതിച്ചത്. സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശദീകരണം. തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22 ADGP എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതിനാൽ അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്നു വ്യക്തമാകും. അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലായിരുന്നു യാത്ര. ഹോട്ടലിന് മുന്നിലെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസ് ഉന്നതർ പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും ലഭിച്ചിരുന്നു. റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്തതിനാൽ പുറത്തേക്ക് വരില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ചാണ് കൂടിക്കാഴ്ചയെങ്കിലും തുടർ നടപടിയുണ്ടാകില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കനിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ കച്ചവടക്കാർക്ക് കരകയറാനാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ കച്ചവടക്കാർക്ക് കരകയറാനാകും. കാലവർഷത്തിൽ കലിതുള്ളി പെയ്ത മഴ മൂലം നാശം സംഭവിച്ച വടക്കാഞ്ചേരിയിലെ കച്ചവടക്കാർക്ക് തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വ്യാപാരികൾ നിവേദനം നൽകി. ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് കച്ചവട സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന സാധനങ്ങൾ നശിച്ചതുമൂലം വ്യാപാരികൾക്ക് 2 കോടിയിലധികം നഷ്ടം സംഭവിച്ചു. മുന്നറിയിപ്പില്ലാതെ വാടാന ഡാം തുറന്നതുമൂലം പ്രളയത്തിന്റെ ആക്കം കൂടുകയും കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. വ്യാപാരികൾക്കുണ്ടായ നഷ്ടങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് S. അജിത് കുമാർ മല്ലയ്യ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ എന്നിവർ ചേർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. തൂമാനം ചേപ്പലക്കോട് ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് വനഭൂമി വിട്ടു നൽകാൻ തലപ്പള്ളി തഹസിൽദാർ MK കിഷോർ വനം വകുപ്പിന് നിർദ്ദേശം നൽകി. താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം. തൂമാനം ചേപ്പലക്കോട് ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് വനഭൂമി വിട്ടു നൽകാൻ തലപ്പള്ളി തഹസിൽദാർ MK കിഷോർ വനം വകുപ്പിന് നിർദ്ദേശം നൽകി. താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം. ഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി നഗരസഭ നേരത്തെ വനം വകുപ്പിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ വനം വകുപ്പിൽ നിന്ന് നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് തഹസിൽദാർ ഭൂമി വിട്ടു നൽകാൻ ഉത്തരവിട്ടത്. പ്രളയത്തിൽ മണ്ണിടിഞ്ഞ സംസ്ഥാന പാതയിലെ ബൈപ്പാസ് റോഡിൽ ഇടിഞ്ഞു വീണ കുന്നിന്റെ അവശിഷ്ട ഭാഗങ്ങളിൽ നിന്നും ഭാഗികമായി മണ്ണെടുത്ത് നീക്കാനും താലൂക്ക് സഭയിൽ തീരുമാനമായി. വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിൽ പ്രവർത്തനരഹിതമായ ഹൈമാസ് ലാമ്പ് പ്രവർത്തിക്കാനും താലൂക്ക് വികസന സമിതിയിൽ തീരുമാനമായി. വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം 1 മണി വരെ ഉണ്ടാകണമെന്ന് താലൂക്ക് സഭയിൽ തഹസിൽദാർ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഗുരുവായൂരിൽ നാളെ 400-നടുത്ത് വിവാഹങ്ങൾ നടക്കുന്നതിനാൽ
വിവാഹ പാർട്ടികളുടെ കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. ഞായറാഴ്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. ഗുരുവായൂരിൽ നാളെ 400-നടുത്ത വിവാഹങ്ങൾ നടക്കുന്നതിനാൽ വിവാഹ പാർട്ടിയുടെ കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് കരുതുന്ന ഞായറാഴ്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കി. നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും കർശനമായി വൺ വേ സമ്പ്രദായം പാലിക്കേണ്ടതാണ് എന്ന് MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗരസഭാ അധികൃതരുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച ഏകദേശം 400-നടുത്ത വിവാഹങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജനസഹസ്രങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തുക. റോഡരികിലെ 2 വീലർ അടക്കമുള്ള എല്ലാ വാഹനങ്ങളുടെയും പാർക്കിംഗ് കർശനമായി നിരോധിച്ചു. ഗുരുവായൂരിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ പടിഞ്ഞാറേ നടയിലെ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള മായ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തേണ്ടതും വൺ വേ സമ്പ്രദായത്തിൽ തിരികെ എത്തിച്ചേരേണ്ടതുമാണ്. ചാവക്കാട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മുതുവട്ടൂർ വഴി പടിഞ്ഞാറേ നടയിലെ മായ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരേണ്ടതാണ്. കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ മുതുവട്ടൂർ, പടിഞ്ഞാറേ നട, കൈരളി ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി മായ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരേണ്ടതാണ്. സ്വകാര്യ വാഹനങ്ങൾ നഗരസഭയുടെ ഔട്ടർ റിംഗ് റോഡിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിലും കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിലും മറ്റു പാർക്കിംഗ് കേന്ദ്രങ്ങളും വിനിയോഗിക്കേണ്ടതാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ നഗരസഭയുടെ കിഴക്കേ നടയിലെ സത്യാഗ്രഹ സ്മാരക പാർക്കിംഗ് ഗ്രൗണ്ടിലും പാർക്കിംഗ് ചെയ്യേണ്ടതുമാണ്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N കൃഷ്ണദാസ്, ഗുരുവായൂർ ACP TS ഷിനോജ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, നഗരസഭാ കൗൺസിലർമാരായ KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറിയ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 9072 303443 8078 417443. ഓണച്ചന്തകളിൽ സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് നൽകി കൺസ്യൂമർ ഫെഡ്. ഓണച്ചന്തകളിൽ സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ കുറഞ്ഞ തുകയ്ക്ക് നൽകി കൺസ്യൂമർ ഫെഡ്. പഞ്ചസാര ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചിരുന്നു. ഹോൾസെയിൽ വിപണിയിലെ വിലക്കയറ്റം മൂലമാണ് വില വർധനവെന്നായിരുന്നു സപ്ലൈകോ വിശദീകരണം. എന്നാൽ അതേ ഹോൾസെയിൽ വിപണിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് കൺസ്യൂമർ ഫെഡ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. സപ്ലൈകോ ഓണം മേളയിൽ 36 രൂപ വിലയുള്ള പഞ്ചസാര 27 രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണിയിൽ വിൽക്കുന്നത്. സപ്ലൈകോയിൽ മട്ട അരിയുടെ വില 33 രൂപയാണ്. അതേ മട്ടയരിക്ക് കൺസ്യൂമർ ഫെഡിലെ വില 30 രൂപയാണ്. പഞ്ചസാരയ്ക്ക് 8 രൂപയുടെ വ്യത്യാസമാണുള്ളത്. കൺസ്യൂമർ ഫെഡിൽ നിന്നും 27 രൂപയ്ക്ക് വാങ്ങുന്ന പഞ്ചസാരയ്ക്ക് സപ്ലൈകോയിൽ കിലോയ്ക്ക് 35 രൂപ നൽകണം. കൺസ്യൂമർ ഫെഡിൽ തുവരപ്പരിപ്പിന്റെ വില 111 ആണെങ്കിൽ സപ്ലൈകോ വില 115 രൂപയാണ്. RSS നേതാവുമായി വിവാദ കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാർ CPM-കാരനല്ലെന്ന് മന്ത്രി MB രാജേഷ്. RSS നേതാവുമായി വിവാദ കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാർ CPM-കാരനല്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. RSS നേതാവുമായി ADGP കൂടിക്കാഴ്ച നടത്തിയോ എന്ന് എനിക്ക് അറിയില്ല. അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയോ എന്നത് അന്വേഷണത്തിൽ വ്യക്തമാകും. RSSന്റെ പ്രഖ്യാപിത ശത്രുവാണ് CPM. ഉദ്യോഗസ്ഥർ ആരെയെല്ലാം കാണാൻ പോകുന്നുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ടവരാണ് RSS. നടക്കുന്നത് ആസൂത്രിത പ്രചരണമാണ്. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. MB രാജേഷ്. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് ADGP MR അജിത് കുമാർ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് ADGP MR അജിത് കുമാർ എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സ്ഥാനത്ത് തുടരാനുള്ള എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ടു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി ചർച്ച നടത്തേണ്ട എന്തു കാര്യമാണ് ഇവിടെയുള്ളത്? മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണിത്. എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ്. പ്രകാശ് ജാവേദ്കർ EP ജയരാജനെ പോയി കണ്ടപ്പോൾ ജയരാജന്റെ സ്ഥാനം തെറിച്ചു. ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കുന്നതെന്ന് കണ്ടറിയണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയുമായി ധാരണയുണ്ടാക്കാൻ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ് ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. BJPയുമായുള്ള CPMന്റെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. RSS നേതാവും ADGPയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമെന്ന് ബിനോയ് വിശ്വം. RSS നേതാവും ADGPയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ചർച്ച നടത്തേണ്ട. വിജ്ഞാന ഭാരതി പ്രതിനിധിക്ക് ഒപ്പം എന്ത് വിജ്ഞാനം പങ്കുവയ്ക്കാനാണോ ADGP പോയത്? കൂടിക്കാഴ്ചയുടെ വിവരം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണം. RSSനും LDFനുമിടയിൽ ഒരു ആശയ ചർച്ചയുമില്ല. ADGPയും RSS നേതാവും ഇടതു ചെലവിൽ ചർച്ച നടത്തേണ്ട. ഇക്കാര്യത്തിൽ അന്വേഷണം വേണം, ബിനോയ് വിശ്വം പറഞ്ഞു. കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗൗരവതരമെന്ന് VS സുനിൽകുമാർ. കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗൗരവതരമെന്ന് VS സുനിൽകുമാർ. ADGP RSS നേതാവിനെ കണ്ടെന്നത് നിലവിൽ വാർത്തയാണ്. വസ്തുത എന്തെന്ന് പുറത്തു വന്നിട്ടില്ല. അത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൃശൂർ പൂരം കലക്കവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് മാധ്യമങ്ങളാണ്. അങ്ങനെയെങ്കിൽ തൃശൂർ പൂരം കലക്കിയ ഒരു കക്ഷി RSS ആണ് എന്ന് ഉറപ്പിക്കാം. വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവകരമായ കാര്യമാണ്. അന്വേഷണം വേണം. കൂടുതൽ അറിഞ്ഞതിന് ശേഷമേ മറുപടി പറയാൻ സാധിക്കൂ. സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സുനിൽകുമാർ. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഒരു ദൂതുമായി RSS നേതാവിനെ കാണുകയായിരുന്നു. ADGP RSS നേതാവിനെ കണ്ടതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം അജിത് കുമാറിന് CPIMുമായി ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുൻപും പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടുണ്ട്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കേന്ദ്രവുമായി ഉണ്ടായിരുന്ന ബന്ധം പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു. പിണറായി വിജയന് RSS നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും സതീശൻ ആരോപിച്ചു. പിണറായി വിജയനും കേന്ദ്രവുമായുള്ള ബന്ധമാണ് തൃശൂർ പൂരം കലക്കലിലേക്ക് പോയതെന്നും VD സതീശൻ ആരോപിച്ചു. BJPയെ തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിന് ആരും മറുപടി പറയുന്നില്ല. ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടിയെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. ആ സമയം അത്രയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അവിടെയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അജിത് കുമാർ ഇടപെടാത്തതെന്നും VD സതീശൻ ചോദിച്ചു. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത് ഉണ്ടയില്ല വെടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടെന്നതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത് ഉണ്ടയില്ല വെടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. എന്ത് മണ്ടത്തരമാണ് സതീശൻ പറയുന്നത്? സതീശന് തലയ്ക്ക് ഓളമാണ്. സതീശൻ ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. മുരളീധരൻ 3ാം സ്ഥാനത്ത് ആയിപ്പോയി എന്ന് സതീശൻ ഓർക്കണം. 2023 മെയ് മാസമാണ് ADGPയും RSS നേതാവും കൂടിക്കാഴ്ച നടത്തിയത്. 2024 പൂരവുമായി കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമില്ല, സുരേന്ദ്രൻ പറഞ്ഞു. CPMൽ ഒരാൾക്കും അന്തസ്സോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. EP ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു. കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMൽ നിന്ന് കൂടുതൽ ആളുകൾ BJPയിലേക്ക് വരും. CPI വെറും കടലാസുപുലിയാണ്. CPI നട്ടിലില്ലാത്ത പാർട്ടിയാണ്. അവർ ഓരോ വട്ട് പറഞ്ഞു നടക്കും. CPI പറഞ്ഞ ഏതെങ്കിലും കാര്യം പിണറായി അംഗീകരിച്ചിട്ടുണ്ടോ? CPMന്റെ കൊട്ടാര വിപ്ലവത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് കള്ളക്കടത്തുകാരുടെ കൊള്ളമുതൽ പങ്കുവെക്കുന്നതിനുള്ള തർക്കമാണ്. കണ്ണൂർ ജില്ലയിലും ഇത് കണ്ടതാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള ബന്ധം സ്ഥിരീകരിച്ചു കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു ഇടവേള കൂടി. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526
267779. ലൈംഗികാതിക്രമണ ആരോപണം നേരിടുന്ന നടൻ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി പോലീസ്. പരാതി നൽകിയ നടിയെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിലെത്തിച്ചാണ് പരിശോധന നടത്തിയത്. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന നടൻ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി പോലീസ്. പരാതി നൽകിയ നടിയെ ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിലെത്തിച്ചാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അമ്മയിൽ അംഗത്വം നൽകാനായി അപേക്ഷാ ഫോം പൂരിപ്പിക്കാനെന്ന പേരിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചുവെന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് നടി പരാതി നൽകിയത്. എറണാകുളം നോർത്ത് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. 7 പരാതികളാണ് നടി നൽകിയിരിക്കുന്നത്. തന്നോട് മോശമായി പെരുമാറിയെന്നും അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിനായി പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ടി വരുമെന്ന് ഇടവേള ബാബു പറഞ്ഞതായി നടി ആരോപിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്റ്റേഷനുകളായ നേമത്തെ തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളിയെ തിരുവനന്തപുരം നോർത്ത് എന്നും പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തുവന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ശശി തരൂർ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്റ്റേഷനുകളായ നേമത്തെ തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളിയെ തിരുവനന്തപുരം നോർത്ത് എന്നും പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തുവന്നതിൽ അതിയായി സന്തോഷമുണ്ടെന്ന് ശശി തരൂർ MP. തിരുവനന്തപുരത്ത് റെയിൽവേ വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കാൻ ഈ നടപടിയിലൂടെ കഴിയും. ഈ നേട്ടത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും സംസ്ഥാന സർക്കാരിനും റെയിൽവേ അധികൃതർക്കും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ആവർത്തിച്ചിട്ടുള്ള ഇടപെടലുകൾ സഫലമായതിൽ സന്തോഷമുണ്ട്. തിരുവനന്തപുരം MP എന്ന നിലയിൽ ഞാൻ ഇത്തരമൊരു പുനർനാമകരണ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിനാലാണ് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർനാമകരണത്തിലേക്ക് നയിച്ചതെന്ന് റെയിൽവേയുടെ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ കേരള ഗതാഗത സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ അനുസ്മരിച്ചതിന് പ്രത്യേകം നന്ദിയെന്നും ശശി തരൂർ MP പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ അടുത്ത വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ബുധനാഴ്ച ഗംഗാവലി പുഴയിൽ എത്തിക്കും. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ അടുത്ത വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ബുധനാഴ്ച ഗംഗാവലി പുഴയിലെത്തിക്കും. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഡ്രഡ്ജറിന്റെ ചിലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചു. ഷിരൂരിൽ തടസ്സമായി ഉണ്ടായിരുന്ന മോശം കാലാവസ്ഥയും മാറി. ഇതോടെയാണ് അടുത്ത ആഴ്ചയിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാൻ 38 മണിക്കൂർ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. ഡ്രഡ്ജർ എത്തിയാൽ ഉടൻ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങും. നേവിയുടെ പരിശോധനയിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. തുടർന്ന് നാവികസേനയും ഈശ്വർ മാൽപേട് സംഘവും പുഴയിലിറങ്ങിയുള്ള പരിശോധന വീണ്ടും തുടങ്ങും. മലയാളത്തിന്റെ നടനവിസ്മയം മമ്മൂട്ടിക്ക് ഇന്ന് 73ാം പിറന്നാൾ. മലയാളത്തിന്റെ നടനവിസ്മയം മമ്മൂട്ടിക്ക് ഇന്ന് 73ാം പിറന്നാൾ. അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഭിനയ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും മമ്മൂക്ക. ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും വലിയ ഉപകരണം സ്വന്തം ശരീരം തന്നെയാണ്. ശരീരത്തിൻ്റെ ചെറുചലനങ്ങൾക്ക് പോലും അഭിനയത്തിൽ നിർണായക സ്ഥാനമാണുള്ളത്. മുഖഭാവങ്ങൾക്കപ്പുറം അവ കൂടി ചേരുമ്പോഴാണ് അഭിനയം പൂർണ്ണതയിലെത്തുന്നത്. പ്രായം മമ്മൂട്ടിക്ക് പുറകെ ചലിക്കുന്ന അക്കങ്ങൾ മാത്രം. 1971 KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകളിലും 1973 K നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രത്തിലും അപ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച മമ്മൂട്ടിയുടെ പേര് ആദ്യമായി രേഖപ്പെടുത്തിയത് 1980 ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലായിരുന്നു. ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടിയിലൂടെ പിറവിയെടുത്തുകൊണ്ടേയിരുന്നു. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവും മൃഗയയിലെ വാറുണ്ണിയും സൂര്യമാനസത്തിലെ പുട്ടുറുമീസും പൊന്തൻമാടയിലെ മാടയും വാത്സല്യത്തിലെ രാഘവനുമൊക്കെയായി എത്രയെത്ര വേഷങ്ങൾ. അഭിനയ ജീവിതത്തിൽ 50 ആണ്ടുകൾക്ക് ശേഷവും അഭിനിവേശത്തിന് തെല്ലും കുറവില്ല. തേച്ചു മിനുക്കുന്തോറും തിളക്കവും മൂല്യവും വർദ്ധിക്കുന്ന രത്നം പോലെയാണ് മമ്മൂട്ടി. മലയാളത്തിനിപ്പുറം വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമകളിലും മമ്മൂട്ടി വേഷമിട്ടു. ഒടുങ്ങാത്ത അഭിനിവേശത്തോടെ അഭിനയത്തിൽ ഈ നടൻ അനുദിനം സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. അസാധാരണമായ ഈ അതിജീവനത്തിൻ്റെ രഹസ്യം അതല്ലാതെ മറ്റൊന്നുമല്ല. കോലഴി കുടുംബശ്രീ
കുടുംബശ്രീ CDSന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ധീരം സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ നിർവഹിച്ചു. കോലഴി കുടുംബശ്രീ CDSന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ധീരം സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സാവിത്രി VL സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുജാത അധ്യക്ഷത വഹിച്ചു. കോലഴി ജെൻഡർ റിസോഴ്സ് സെന്ററിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ ശ്രീകുട്ടി MS പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സുനിത വിജയഭാരത്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഉഷ രവീന്ദ്രൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീനാഥ് PR, കുടുംബശ്രീ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഗീത ആന്റണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ധീരം സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. ധീരം CDS ട്രെയിനർമാരായ ഗ്രീഷ്മ, ഹസീന, CDS മെമ്പർ ശാന്ത ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. 6 അടി പൊക്കമുള്ള പ്രസിഡന്റും അദ്ദേഹം ചേർത്ത് പിടിച്ച 3 അടി പൊക്കമുള്ള മനുഷ്യനും. വാർത്ത കാണാം എനി ടൈം ന്യൂസ് സ്പെഷ്യൽ. വലിപ്പച്ചെറുപ്പമില്ലാത്ത ലോകത്ത് കഴിയുന്ന രണ്ടുപേരെ കുറിച്ചുള്ള ഏറെ കൗതുകമുള്ള വേറിട്ട സൗഹൃദ കൂട്ടായ്മ വള്ളത്തോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയും. ആ കൗതുക വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധിയായ കൃഷ്ണകുമാർ പൊതുവാൾ. 6 അടിയിലധികം ഉയരമുള്ള പഞ്ചായത്ത് പ്രസിഡന്റും 3 അടി ഉയരമുള്ള പഞ്ചായത്ത് ജീവനക്കാരൻ ജിതേഷും തമ്മിലുള്ള വലിപ്പച്ചെറുപ്പമില്ലാത്ത ഇടപെടലാണ് ഏറെ കൗതുകമാകുന്നത്. നേരത്തെ കടങ്ങോട് പഞ്ചായത്തിലെ ജീവനക്കാരനായിരുന്നു ജിതേഷ്. 5.5 വർഷം മുമ്പാണ് വള്ളത്തോൾ പഞ്ചായത്തിൽ നിയമിതനായത്. വള്ളത്തോളിന്റെ പേരിലുള്ള പഞ്ചായത്തിൽ ചാർജ് എടുക്കാനെത്തിയപ്പോൾ ജിതേഷ് ആദ്യം ഒന്ന് ഞെട്ടി. 6.5 അടി പൊക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻപിൽ നിൽക്കുമ്പോൾ ആദ്യം അല്പം പേടിയും പിന്നെ അസൂയയും തോന്നി. അജാനുബാഹുവായ പ്രസിഡന്റിന്റെ സൗമ്യമായ പെരുമാറ്റവും ഒപ്പം ചേർത്ത് നിർത്തലും ആ പേടി മാറ്റാൻ സഹായിച്ചു. പൊക്കക്കുറവ് തന്റെ ജോലിയിടത്തിൽ ഒരു തടസ്സമായില്ലെന്ന് ജിതേഷ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ സന്തത സഹചാരിയായി ജിതേഷ് എപ്പോഴും ഒപ്പമുണ്ടാകും. നമ്മുടെ പഞ്ചായത്തിലെ സ്ഥിരം ജീവനക്കാരനായ ജിബീഷ്, ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വരുമ്പോൾ തന്നെ ഇവിടെ ജീവനക്കാരനായിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ വിചാരിച്ചത് ജിബീഷിനെ കൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുമോ എന്നാണ് സംശയിച്ചത്. പക്ഷേ നമ്മുടെ വിശ്വാസത്തേക്കാൾ കൂടുതൽ മറ്റ് ആളുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ല പ്രവർത്തനം, ഒരു ഉത്തരവാദിത്തോടു കൂടി നല്ല പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ജീവനക്കാരനാണ് ജിബീഷ്. ഞാൻ 2018 കടങ്ങോട് പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഗവൺമെൻറ് ജോലി കിട്ടിയത്. പിന്നെ ഇവിടുന്ന് ഒരു കൊല്ലം PTS ആയിട്ട് ജോലി ചെയ്തു. ഇവിടുന്ന് പ്രൊമോഷനായിട്ട് ഇവിടെ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ജോയിൻ ചെയ്തു FTS ആയിട്ട് 2 കൊല്ലമായി. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പുറത്തേക്ക് പോകാനൊരു ചമ്മൽ, എല്ലാവരും നോക്കുക, കളിയൊക്കെ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡാൻസിൽ കളിക്കാൻ പോയി. അവിടുന്ന് പിന്നെ ചമ്മലൊക്കെ മാറി. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല ഒത്തൊരുമയാണ്. പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും നല്ല ഒത്തൊരുമയായിട്ട് പോകുന്നുണ്ട്. പ്രസിഡന്റിനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു കുശുമ്പ് തോന്നി. പ്രസിഡന്റ് ഹൈറ്റും വെയിറ്റും കണ്ടപ്പോൾ എനിക്ക് അതേപോലെ ആവണമെന്നൊരു ഇത് തോന്നി. പിന്നെ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ കണ്ടിട്ട്, 2 ആൾക്കാരെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ചിരിക്കാറുമുണ്ട്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക്. ഒരു നടൻ കൂടിയാണ് ജിതേഷ്. അത്ഭുതദ്വീപ്, വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് തുടങ്ങിയ മലയാള സിനിമകളിലും മൈ ഡിയർ ഭൂതം എന്ന തമിഴ് സിനിമയിലും ജിതേഷ് അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും സഹപ്രവർത്തകരായ മറ്റ് ജീവനക്കാർക്കും ഏറെ പ്രിയനാണ് ജിതേഷ്. ന്യൂസ് ബ്യൂറോ, എനി ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ADGP കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP. സുരേഷ് ഗോപി കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ കച്ചവടക്കാർക്ക് കരകയറാനാകും. തൂമാനം ചേപ്പനക്കോട് ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് വനഭൂമി വിട്ടു നൽകാൻ തലപ്പള്ളി തഹസിൽദാർ.
ഗുരുവായൂരിൽ ഞായറാഴ്ച ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.